വെൽക്കം ബാക്ക് മന്ന കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ കറിയിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയുടെ ലാസ്റ്റാണ് ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഈ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതോ ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള 4 സവാള ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചതും പിന്നെ 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചിട്ട് ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ. പിന്നെ അരിഞ്ഞും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചതച്ചിട്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊക്കെ വഴണ്ട് കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് ഒരു ഗോൾഡൻ കളറായി നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നില്ല. ഗരം മസാലയ്ക്ക് പകരം പെരുംജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ മസാലപ്പൊടികളുടെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. എരിവിനനുസരിച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി എത്രയ്ക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും മാറ്റം വരുത്തി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളമൊന്ന് ഒഴിച്ച് കൊടുക്കുവാണ്. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഗ്രേവി പോലെ ആക്കിയെടുക്കാം. അതിന് ശേഷമാണ് ഞാനിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രേവി പോലെയാണെങ്കിൽ ആ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചോളും. അപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഗ്രേവി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷമാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാതെ തന്നെ ചിക്കനിൽ നിന്നും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചാറൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു വെള്ളം ഇറങ്ങി ഗ്രേവി കിട്ടും. ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ കറി വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കറി അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഇനിയാണ് നമ്മൾ കറിയിലേക്കുള്ള ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് 4-5 ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ്. ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഒരു സവാള ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ, വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചാൽ ടേസ്റ്റ് കിട്ടില്ല. ആ സവാളയും വെളിച്ചെണ്ണയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. അപ്പം അങ്ങനെ ചതച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയും വെളിച്ചെണ്ണയും കൂടി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പോരായ്ക്കുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. 20 മിനിറ്റാണ് എനിക്ക് ഈ ഒരു കറി റെഡിയാകാനായിട്ട് എടുത്തത്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചാറൊക്കെ നന്നായിട്ട് കുറുകി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.